SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിയുടെ ഒരു 45 മിനിറ്റിൻ്റെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഏരിയാസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 500 രൂപയ്ക്ക് നമ്മൾ കോഴ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പേപ്പർ 1 അതുപോലെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ആദ്യം, എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി ഈസ് എ behavioral theory of development, stage theory of development, systems theory widely used in psychiatric treatments. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി ഈസ് സ്റ്റേജ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സ്റ്റേജ് തിയറി ഓഫ് ഡെവലപ്മെൻ്റ് ആണ് എറിക്സൻ്റെ തിയറി. ഓക്കെ, എറിക്സൻ്റെ തിയറി എന്താണ്? സ്റ്റേജ് തിയറിയാണ്. ഒരു 8 സ്റ്റേജുകൾ അദ്ദേഹം ഈ ഒരു ഡെവലപ്മെൻറ്റൽ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. സൈക്കോസോഷ്യൽ തിയറി ഓഫ് ആരുടേതാണ്? എറിക്സൺ. സ്റ്റേജ് ഫസ്റ്റ് ഇൻഫാൻസി ആണ്. അവിടെ ബേസിക് കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഓക്കെ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് ബേസിക് കോൺഫ്ലിക്റ്റുകൾ. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡിലാണെങ്കിലോ 1 മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്ത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട് ആണ്. ദെൻ പ്ലേ ഏജിൽ 3 to 6 ഇയേഴ്സ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. നെക്സ്റ്റ് സ്കൂൾ ഏജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇതിൻ്റെ ഏജ് ശ്രദ്ധിക്കണേ, 7 മുതൽ 11 അല്ലെങ്കിൽ 6 മുതൽ 12 എന്നും പറയാം. ക്വസ്റ്റ്യൻസിൽ അങ്ങനെയും കാണാറുണ്ട്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അഡോളസൻസ് പീരീഡിലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഏത് സ്റ്റേജിലാണ്? അഡോളസൻസ് പീരീഡിലാണ് നടക്കുന്നത്. 12 മുതൽ 18 വയസ്സ് വരെയുള്ള സമയത്താണ്. ഏർലി ചൈൽഡ്ഹുഡ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ് കോൺഫ്ലിക്റ്റ്. 19 മുതൽ 29 വയസ്സ് വരെയും. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ഉണ്ടാവുന്നത് ഏത് സമയത്താണ്? അത് മിഡിൽ ഏജിലാണ്, അതായത് 30 മുതൽ 64 വയസ്സിനും ഇടയിൽ. ദെൻ ഓൾഡ് ഏജ് ആണ് ഏത്? ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഓക്കെ, ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഏതാണ്? ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. എക്സാമിന് ചോദിക്കാറുള്ളത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഈ ബേസിക് കോൺഫ്ലിക്റ്റുകൾ ചോദിക്കാം, ഒരു ഏജ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഘട്ടം തന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ബേസിക് കോൺഫ്ലിക്റ്റ് തന്നിട്ട് ഇത് ഏത് ഏജിലാണ് ഉണ്ടാവുന്നത് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എറിക്സന്റെ സൈക്കോസോഷ്യൽ സ്റ്റേജസ് ഒരു എന്താണ് തിയറി എന്താണ്? ഒരു സ്റ്റേജ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റ് ഓഫ് എ ടീച്ചിങ് സ്ട്രാറ്റജി ഓൺ ദ അച്ചീവ്മെന്റ് ഓഫ് സ്റ്റുഡൻറ്? ഓക്കെ, അപ്പം താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏത് സ്ട്രാറ്റജിയാണ് എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത്? എന്തിന്? ടു ഫൈൻഡ് ഔട്ട് എഫക്റ്റ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജി. ഓക്കെ, ടീച്ചിങ് സ്ട്രാറ്റജിയുടെ എഫക്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ അച്ചീവ്മെന്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെന്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റ്, സർവേ. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, എക്സ്പെരിമെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ്ലി എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജി. ടീച്ചിങ് സ്ട്രാറ്റജിയുടെ എഫക്റ്റ്, കുട്ടികളുടെ അച്ചീവ്മെന്റിൽ ടീച്ചിങ് സ്ട്രാറ്റജിയുടെ എഫക്റ്റ് കണ്ടെത്താൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം എക്സ്പെരിമെന്റ് നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹൂ എമംഗ് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻ ദ ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്? ആരാണ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് പറയുന്നത്? JB വാട്സൺ, കർട്ട് ലെവിൻ, BF സ്കിന്നർ, അബ്രഹാം മാസ്ലോ. കറക്റ്റ് ഓപ്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി, അബ്രഹാം മാസ്ലോയാണ്. അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ഒരു ഇമേജ്. ഫസ്റ്റ് വൺ ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, എയർ, ഇതൊക്കെ നമുക്ക് ഏതിൽ പെടുത്താം? ഫിസിയോളജിക്കൽ നീഡ്സിൽ ഉൾപ്പെടുത്താം. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ് ഇത്? സേഫ്റ്റി നീഡ്സ് ആണ്. ഈ ബേസിക് നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം സേഫ്റ്റി നീഡ്സ് ആണ്. എംപ്ലോയ്മെന്റ്, ഹെൽത്ത്, നമ്മുടെ ഹോം, ഷെൽട്ടർ, കാര്യങ്ങളൊക്കെ. തേർഡ് വൺ ലവ് ഓർ ബിലോങ്ങിങ്നെസ് ആണ്. ഫോർത്ത് വൺ എസ്റ്റീം നീഡാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്.
ഫിഫ്ത്ത് വൺ, അതായത് ലാസ്റ്റ് സ്റ്റേജ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഈ ഒരു ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഈ എന്താണ് ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ നീഡ് അല്ലെങ്കിൽ അയാൾ എത്താൻ ആഗ്രഹിക്കുന്ന ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഓക്കെ, ആത്മ സാക്ഷാത്കാരമാണ് എന്നാണ് ഈ ഒരു ഹ്യൂമനിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. Next question. A person who can easily interact in a social context possesses intrapersonal intelligence, spatial intelligence, interpersonal intelligence, naturalistic intelligence. ചോദ്യം എന്താണ് ചോദിച്ചത്? Can easily interact സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വളരെ ഈസി ആയിട്ട് പഴകാൻ പറ്റുന്ന ഒരാളുടെ ഇൻ്റലിജൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഓപ്ഷൻ സി ആണ്. ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. കാരണം മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഇൻ്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മാത്രം കാര്യമാണെങ്കിൽ, നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഏതിൽ ഉൾപ്പെടുത്താം? ഇൻട്രാപേഴ്സണൽ ആണെന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ എ ഇൻട്രാപേഴ്സണൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള 8 ഇൻ്റലിജൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് ഏത് തിയറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ഹൊവാർഡ് ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. According to Piaget's theory of development, the ability of reversible thinking emerges at option A, concrete operational stage, formal operational stage, sensory motor stage, pre-operational stage. Correct option ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ തന്നെയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്താണ് എബിലിറ്റി ഓഫ് റിവേഴ്സിബിൾ തിങ്കിങ്, അല്ലെ നമ്മൾ ചിന്തിച്ചതിനെ കുറിച്ച് റിവേഴ്സായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഏത് ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അത് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. Next, which of the following psychologist emphasizes the role of language culture in learning? Okay, the role of language culture in learning. ആരാണ്, ഏത് സൈക്കോളജിസ്റ്റാണ് ലാംഗ്വേജിനും കൾച്ചറിനൊക്കെ പ്രാധാന്യം കൊടുത്തത്? ജീൻ പിയാഷെ, ലെ വൈഗോട്സ്കി, ജെറോമിസ് ബ്രൂണർ, E.L. തോണ്ടേക്ക്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഒരാളുടെ ഡെവലപ്മെന്റിലെ ലാംഗ്വേജിനും അദ്ദേഹത്തിന്റെ സംസ്കാരത്തിനും ഭാഷയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തത് ആരാണ്? ലെ വൈഗോട്സ്കി ആണ്. അദ്ദേഹത്തിന്റെ തിയറി എന്ത് പേരിൽ അറിയപ്പെടുന്നു? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, CAI മീൻസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ അസോസിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ CAI എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് പ്രാഗ്മാറ്റിസം? പ്രാഗ്മാറ്റിസവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? എംഫസൈസ് ചേഞ്ച്, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, എക്സ്പെരിമെന്റലിസം, ഓട്ടോ എഡ്യൂക്കേഷൻ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, ഓട്ടോ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. ഓക്കെ, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് പ്രാഗ്മാറ്റിസം, അത് ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ എംഫസൈസ് ചേഞ്ച്, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, എക്സ്പെരിമെന്റലിസം, ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്? നമ്മുടെ പ്രാഗ്മാറ്റിസം ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രാഗ്മാറ്റിസത്തിന്റെ ഏറ്റവും വലിയ വക്താവായിട്ട് നമ്മൾ പറയുന്നത് ആരെയാണ്? ജോൺ ഡ്യൂവി ആണ്. ഓക്കെ, അപ്പോൾ ഈ ജോൺ ഡ്യൂവിയുടെയും അതുപോലെ ഇന്ത്യൻ ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ, വെസ്റ്റേൺ ഫിലോസഫീസിൻ്റെ റോസോ ഇവരുടെയൊക്കെ ഫിലോസഫികൾ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ B.Ed നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റിൻ്റെ പ്ലേലിസ്റ്റിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവരെ ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അവരുടെ ബുക്സ് ചോദിക്കും, എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള അവരുടെ കോഡ്സ് ചോദിക്കും, അവരുടെ കോൺട്രിബ്യൂഷൻസ് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ? പെർസെപ്ഷൻ്റെ പ്രിൻസിപ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഫിഗർ ഗ്രൗണ്ട്, ക്ലോസ്, സിമെട്രി, യൂണിഫോമിറ്റി.
കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? യൂണിഫോമിറ്റി ആണ് അല്ലേ? ഓപ്ഷൻ ഡി, പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷന്റെ ഒരു പ്രിൻസിപ്പിൾ, നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? യൂണിഫോമിറ്റി ആണ്. ബാക്കി 3 കാര്യങ്ങളും ഫിഗർ ഗ്രൗണ്ട്, ക്ലോസ്, സിമെട്രി ഒക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? പെർസെപ്ഷന്റെ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. സോ ദാറ്റ് ഈസ് യൂണിഫോമിറ്റി. The use of consequences in learning is emphasized. Conditioning, classical conditioning, Gestalt theory, insight learning. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ തിയറി ഓഫ് purposive behaviorism is known as. Tolman's theory of purposive behaviorism is known as Sign-Gestalt theory. Option B, law of varied reactions. Option C, theory of trial and error. Option D, law of associative shifting. ടോൾമാന്റെ തിയറി ഓഫ് പർപ്പസീവ് ബിഹേവിയറിസം ഏതിലാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സൈൻ ഗസ്റ്റാൾട്ട് തിയറിയാണ്. ഏതാണ്? സൈൻ ഗസ്റ്റാൾട്ട് തിയറിയാണ്. ഇപ്പൊ ഈ ഗസ്റ്റാൾട്ടിസവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ വക്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? മാക്സ് വെർത്തീമർ ആണ്. ആരാണ്? മാക്സ് വെർത്തീമർ ആണ് ഗസ്റ്റാൾട്ടിസത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. മാക്സ് വെർത്തീമർ ആണ് ഗസ്റ്റാൾട്ടിസ് സൈക്കോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് ഇതിൽ. അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് പൈ ഫിനോമിനൻ എന്ന് പറയും. ഏതാണ്? പൈ ഫിനോമിനൻ ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ അത് മാക്സ് വെർത്തീമറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ ഈ ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആളുകൾ കൊഹ്ലർ, കർട്ട്, കോഫ്ക. ആരാണ്? കൊഹ്ലർ, കർട്ട്, കോഫ്ക, കേർട്ട് ലെവിൻ, കൊഹ്ലർ, കർട്ട്, കോഫ്ക. ഓക്കെ, ഇത്രയും പേരാണ് ഈ ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ തന്നെ കൊഹ്ലറുടെ തിയറിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫീൽഡ് തിയറി എന്ന കൊഹ്ലറിന്റെ തിയറിയാണ് ഇവിടെ ഇൻസൈറ്റ് ലേണിംഗ് കൊണ്ടുവന്ന ആളാണ് കൊഹ്ലർ. ആരാണ്? കൊഹ്ലറിന്റെ, വോൾഫ് ഗ്യാങ് കൊഹ്ലറിന്റെ തിയറിയാണ് ഇൻസൈറ്റ് ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി പഠനം. ഒരു ചിമ്പാൻസിയെ വെച്ചിട്ടൊക്കെ അദ്ദേഹം പരീക്ഷണം നടത്തുന്നതും ആഹാ മൊമെന്റ് വരുന്നതും ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ആഹാ മൊമെന്റ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ കൊഹ്ലറിന്റെ തിയറിയാണ് ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി പഠനം. അതേസമയം കേർട്ട് ലെവിന്റെ തിയറിയാണ് ഫീൽഡ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി, ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേർട്ട് ലെവിന്റെ തിയറിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഒരു 4 നിയമങ്ങൾ ഇവർ പറയുന്നുണ്ട്. ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി. അതുപോലെ 4 ലോസ് ആണ് ഇവർ പറയുന്നത്. അപ്പൊ ആ 4 ലോസും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, the attributes not associated with discovery learning. ഡിസ്കവറി ലേണിംഗുമായിട്ട് ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. എക്സ്പ്ലോറിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ടു ക്രിയേറ്റ്, ഇന്റഗ്രേറ്റ്, ജനറലൈസ് നോളേജ്. എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നു, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നു. 2, ആക്ടിവിറ്റീസ് ടു എൻകറേജ് ഇന്റഗ്രേഷൻ ഓഫ് ന്യൂ നോളേജ് ഇൻ ടു ലേണേഴ്സ് എക്സിസ്റ്റിംഗ് നോളേജ് ബേസ്. കുട്ടിയുടെ ഓൾറെഡി ഉള്ള ബേസിലേക്ക് പുതിയ നോളേജിനെ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻകറേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. ഓപ്ഷൻ സി, സ്റ്റുഡന്റ് ഡ്രൈവൻ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് സ്റ്റുഡന്റ് ഡിറ്റർമൈൻസ് ദ സീക്വൻസ് ആൻഡ് ഫ്രീക്വൻസി. ഇവിടെ ആർക്കാണ് റോള്? സ്റ്റുഡൻസിനാണ് ഇതിൽ റോള്. ഓപ്ഷൻ ഡി, ടീച്ചർ സപ്പോർട്ടഡ് ആക്ടിവിറ്റീസ് ഡൺ ബൈ ടീച്ചർ ടു അച്ചീവ് ദ ലേണിംഗ് ഗോൾ. ലേണിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നു? ടീച്ചർ സപ്പോർട്ടഡ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടീച്ചറാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചത് ഡിസ്കവറി ലേണിംഗുമായി ബന്ധപ്പെടാത്തതാണ്. അപ്പൊ ഏതാണ്? വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
ടീച്ചർ സപ്പോർട്ടഡ് ആക്ടിവിറ്റീസ് ഡൺ ബൈ ടീച്ചർ ടു അച്ചീവ് ദ ലേണിംഗ് ഗോൾസ്. കാരണം ഈ ഒരു ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടിയുടെ സ്വയം പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്. കുട്ടിയുടെ കണ്ടെത്തൽ പഠനമാണ് ഡിസ്കവറി ലേണിംഗ്. കുട്ടിക്ക് ഒരു പ്രോബ്ലം കൊടുക്കുന്നു, അതിനെക്കുറിച്ച് കുട്ടി അന്വേഷിച്ച് കണ്ടെത്തുന്നു, പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്, പ്രശ്നം പരിഹരിക്കുന്ന ഒന്നാണ് ഡിസ്കവറി ലേണിംഗ്. അപ്പൊ ഈ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നത് ആരാണ്? ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് ഡിസ്കവറി ലേണിംഗ്? അത് ബ്രൂണറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സ്കാഫോൾഡിംഗ് എന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ബ്രൂണർ ആണ്. സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നത് ബ്രൂണർ ആണ്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കൊണ്ടുവന്നത് ബ്രൂണർ ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആവർത്തിച്ച് എക്സാമിന് ചോദിക്കുന്നതാണ്. Next, one's ability to analyze information and experiences in an objective manner belong to the skill. ഒരാളുടെ എബിലിറ്റിയാണ്, എന്തിനുള്ള എബിലിറ്റിയാണ്? ടു അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ്. ഇൻഫർമേഷനെയും എക്സ്പീരിയൻസിനെയും ഒക്കെ അനലൈസ് ചെയ്യാനും. എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഏത് രൂപത്തിലാണ്? ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മാനറിലാണ്. ഓക്കെ, വസ്തുനിഷ്ഠമായിട്ടാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്കില്ല് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ക്രിയേറ്റീവ് തിങ്കിങ്, ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ തിങ്കിങ്, ഓപ്ഷൻ സി പ്രോബ്ലം സോൾവിങ്, ഓപ്ഷൻ ഡി കോപ്പിംഗ്. ഏതാണ് വരുന്നത്? ദ എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ആ ഒരു എബിലിറ്റിയെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വിളിക്കുന്നത്. Next, socio-cultural theory of cognitive development was proposed by option A Robert Gagne, option B Jean Piaget, option C Lev Vygotsky, option D Alan. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? റോബർട്ട് ഗാഗ്നെ, ജീൻ പിയാഷെ, ലെവ് വൈഗോട്സ്കി, അലൻ. ഓക്കെ, സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സോഷ്യോ കൾച്ചറൽ തിയറി കൊണ്ടുവന്നത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ലെവ് വൈഗോട്സ്കി ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് കുട്ടിയുടെ സോഷ്യോ കൾച്ചറലിന് ഒരുപാട് റോളുണ്ട്. സൊസൈറ്റിക്ക്, കുട്ടിയുടെ ചുറ്റുപാടിന്, കുട്ടിയുടെ കൾച്ചർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വാദിച്ച വ്യക്തിയാണ് ലെവ് വൈഗോട്സ്കി. ഓക്കെ, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തന്റെ ചുറ്റുപാടില് അല്ലെങ്കിൽ തന്റെ സൊസൈറ്റിയിൽ കുട്ടി തന്റെ ഫാമിലി ആവട്ടെ അല്ലെങ്കിൽ തന്റെ ചുറ്റിലുള്ള ആളുകളായിട്ട് അവരോടുള്ള സംസാരത്തിലും ഇടപഴകലിലും ഇന്ററാക്ഷനിലൂടെയാണ് കുട്ടിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ലെവ് വൈഗോട്സ്കി. ലെവ് വൈഗോട്സ്കിയുടെ തിയറി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് കൺസ്ട്രക്റ്റിവിസം ആണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താവാണ് ആര്? ലെവ് വൈഗോട്സ്കി. കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, സഹകരണ പഠനം, സഹവർത്തിത പഠനം കൊണ്ടുവന്നത് ലെവ് വൈഗോട്സ്കിയാണ്. റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു തരം വായന, കുട്ടികളിൽ വായന ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള റെസിപ്രോക്കൽ ടീച്ചിങ് കൊണ്ടുവന്നത് വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ പറയാനുണ്ട്. ഓക്കെ, MKO, സെഡ് തിയറി, ഇതൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ക്ലാസ്സിൽ വൈഗോട്സ്കിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജീൻ പിയാഷെ അറിയാം. ജീൻ പിയാഷെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ജീൻ പിയാഷെയാണ്. ഓക്കെ, 4 ഘട്ടങ്ങൾ ജീൻ പിയാഷെ തന്റെ ഡെവലപ്മെന്റൽ തിയറിയിൽ പറയുന്നുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഓരോന്നിലും ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഇമാജിനേഷനൊക്കെ വരുന്നത് എവിടെയാണ്? അത് 4th സ്റ്റേജായ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. The following is the least important function of grading system of evaluation. Which of the following is the least important function of grading system of evaluation? Grading system of evaluationന്റെ വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒന്ന് ആണ് ചോദിച്ചിട്ടുള്ളത്. It gives information about students' academic progress. It is used for administrative purposes. It provides short-term goals. It helps in developing an evaluation system. ഇതിൽ ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ ഇവാലുവേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് വളരെ ലീസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഓപ്ഷൻ ഡി ആണ്. കാരണം ഓപ്ഷൻ എ ബി സി നോക്കൂ, എന്താണ്? ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. കുട്ടികളുടെ അക്കാഡമിക് പ്രോഗ്രസിനെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ഗോൾസ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ ഇവാലുവേഷൻ സിസ്റ്റം എന്നുള്ളതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് തരത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റിലേറ്റീവ് ഗ്രേഡിങ്ങും അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും. ഏതാണ്? റിലേറ്റീവ് ഗ്രേഡിങ്ങും അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും. അതിലെന്താണ് അബ്സല്യൂട്ട് ഗ്രേഡിങ്, എന്താണ് റിലേറ്റീവ് ഗ്രേഡിങ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു പേര് തന്നെയുണ്ട്, അത് റിലേറ്റീവ് ആണ്. അതായത് ഒരു എക്സാമിന് പങ്കെടുത്ത കുട്ടികളുടെ മൊത്തം കുട്ടികളിൽ മറ്റുള്ളവരുടെ മാർക്കുമായി കമ്പയർ ചെയ്തിട്ട് ഒരു ഗ്രേഡ് കൊടുക്കുന്നതാണ് ഏത്? ആ ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവിടെ മാർക്ക് കൊടുക്കുന്നത്. അതേസമയം അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണ്? ഒരു എക്സാം നടക്കുന്നതിന് മുന്നേ തന്നെ എത്ര ശതമാനം ആളുകൾ പാസ്സാകണം, അല്ലെങ്കിൽ എന്തായിരിക്കണം കട്ട് ഓഫ് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ എക്സാം എഴുതിയ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അങ്ങനെയൊക്കെയാണ് റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നോക്കൂ, റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്. Relative grading is relative performance of an individual student. Option A, in one subject to all subjects. Option B, to a selected homogeneous group of students' performance. Option C, in one subject to the performance of all students took the test in the same subject. Option D, in all subjects to the performance of all students in all subjects. ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ് ഇൻ one subject to the performance of all students took the test in the same subject. ഓക്കെ, അപ്പൊ അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഏതാണ്? ഇൻ വൺ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിൽ ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻറ്, എല്ലാ കുട്ടികളുടെ പെർഫോമൻസും, അതായത് ആ ഒരു ടെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസിൻ്റെയും പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? ആ ഒരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. ദാറ്റ് ഈസ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ആണ്, മറ്റുള്ളവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്, അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഗ്രേഡ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ചോദ്യത്തിലോട്ട് പോകാം. സ്റ്റിമുലേഷൻ that drives an individual to adopt or change a behavior for his or her own internal satisfaction for fulfillment is Option A, primary motivation. Option B, secondary motivation. Option C, extrinsic motivation. Option D, intrinsic motivation. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സ്റ്റിമുലേഷൻ ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു അഡോപ്റ്റ് ഓർ ചേഞ്ച് എ ബിഹേവിയർ ഫോർ ഹിസ് ഓർ ഹെർ ഓൺ ഇന്റേണൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ തന്നെ സ്വന്തം ഇന്റേണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിഹേവിയറിലോ മറ്റോ ചില ചേഞ്ചസ് വരുത്തുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്റ്റിമുലേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ അറിയാം ഇതിൽ മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം 4 ഓപ്ഷൻസും മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോട്ടിവേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് 2 തരം മോട്ടിവേഷൻസ് ആണുള്ളത്, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. അപ്പോൾ ഇവിടെ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റേണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോൾ ഏതാണ് മോട്ടിവേഷൻ? അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു കാര്യമാണ്. മറ്റാരുടെയും പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും റിവാർഡ് തരാമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത്. മറിച്ച് എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ നേർ വിപരീതമായിരിക്കും ഏത്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ.
നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ ഇ എറിക് എറിക്സൺ, ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂര, ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ്. ആരാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി കൊണ്ടുവന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അബ്രഹാം മാസ്ലോ ആണ്. മാസ്ലോയുടെ തിയറിയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് ആണ്. ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ്, സിദ്ധിശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, നിദാന ശോധകം, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രവചന ശോധകം, നോം റെഫറൻസ്ഡ് ടെസ്റ്റ്, മാനകാധിഷ്ഠിത ശോധകം, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്, സവിശേഷാധിഷ്ഠിത ശോധകം, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, അധ്യാപക നിർമ്മിത ശോധകം ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, മാനകീകൃത ശോധകം. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ അച്ചീവ്മെന്റ് ടെസ്റ്റ് അഥവാ സിദ്ധിശോധകം. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കൂട്ടം ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഏതെങ്കിലും വിഷയത്തിലെ കുട്ടിയുടെ കഴിവ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കൂട്ടം ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിഷയത്തിലെ സിദ്ധി അളക്കാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ കഴിവ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നെക്സ്റ്റ് നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ലേണേഴ്സിന് ഈ ഒരു കരിക്കുലത്തിലെ പ്രത്യേക ഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ സിലബസിലെ പ്രത്യേക ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ, അവരുടെ പോരായ്മകൾ, കഴിവില്ലായ്മകൾ, അവർക്ക് അതിനിടയിൽ വന്നിട്ടുള്ള ഗ്യാപ്പുകൾ, ഇവയെല്ലാം നിർണ്ണയിക്കാനും അവ സൂക്ഷ്മമായി പരിശോധിക്കാനും പരിഹാരബോധനത്തിലൂടെ, റെമഡിയൽ ടീച്ചിങ്ങിലൂടെ അത് അകറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഏത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്താണ്? കുട്ടികളുടെ അവരുടെ സിലബസിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കഴിവില്ലായ്മകൾ, പോരായ്മകൾ, വിടവുകൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് എവിടെയാണ് പ്രയാസം എന്ന് നോക്കിയിട്ട് അത് കണ്ടെത്തി അതിനുള്ള റെമഡിയൽ ടീച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ റെമഡിയൽ ടീച്ചിങ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നെക്സ്റ്റ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ചില പ്രത്യേക രംഗങ്ങളിൽ കുട്ടികളുടെ ഭാവി, ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിലുള്ള കുട്ടിയുടെ പ്രകടനം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് അഥവാ പ്രവചന ശോധകം. ഓക്കെ, മുന്നേ എക്സാമിന് ചോദിച്ചതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, കുട്ടികളുടെ ഭാവി പ്രകടനങ്ങൾ വിലയിരുത്താൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഇത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിൽ എന്തൊക്കെ അധ്യാപന അഭിരുചി, ക്ലറിക്കൽ അഭിരുചി, സംഗീത അഭിരുചി തുടങ്ങിയവ കണ്ടെത്താൻ പ്രവചന ശോധനകൾ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു പരീക്ഷയിൽ ഒരു വ്യക്തിയുടെ പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതേ പരീക്ഷയിലെ മറ്റ് വ്യക്തികളുടെ പ്രകടനവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷയിലെ മറ്റുള്ള വിദ്യാർത്ഥികളുടെയും പരീക്ഷാർത്ഥിയുടെയും പ്രകടനങ്ങൾ നോക്കിയിട്ടാണ് ഇവിടെ ഒരാൾക്ക് എന്ത് ചെയ്യുന്നത്? മാർക്ക് ഇടുന്നത്. ഓക്കെ, അതായത് ഒരു സംഘത്തിന്റെ ഗ്രൂപ്പ് നോം നോക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ്. ഇനി എന്താണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് സവിശേഷാധിഷ്ഠിത ശോധകം? എന്താണ്? ഒരു നിശ്ചിത സന്ദർഭത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രത്യേക പ്രകടനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രകടനത്തിന് ഉണ്ടായിരിക്കേണ്ട നിശ്ചിത സവിശേഷതകൾ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സ്പെസിഫിക് ക്രൈറ്റീരിയൻസ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ എന്തൊക്കെ ക്രൈറ്റീരിയൻസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്? ഇതൊക്കെ നമ്മുടെ ഓപ്ഷൻസിൽ പൊതുവെ കാണാറുള്ള ടേംസ് ആണ്. അതായത് ആ ഒരു അധ്യാപകന്, ആ ഒരു ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉന്നമാക്കുന്ന ബോധന ഉദ്ദേശങ്ങൾ ഒരു പ്രത്യേക ക്ലാസ്സിലെ കുട്ടികൾ എത്രമാത്രം നേടി, അതായത് ആ ഒരു അധ്യാപകൻ ആ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എത്രത്തോളം കിട്ടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന എക്സാമാണ് ടീച്ചർ മെയ്ഡ് എക്സാം അല്ലെങ്കിൽ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്? വ്യത്യസ്ത വിദ്യാലയങ്ങൾ, വ്യത്യസ്ത സ്കൂളുകളിലെ കുട്ടികളുടെ പഠന ഫലങ്ങൾ, അവരുടെ പഠന റിസൾട്ടുകൾ പൊതുവായി അളക്കേണ്ടി വരുമ്പോൾ നിരവധി വിദഗ്ധർ പല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഓക്കെ, പല നിലവാരത്തിലുള്ള ചോദ്യങ്ങളും മറ്റും കൂടി ആലോചിച്ചിട്ട് എടുക്കുന്ന നിരവധി സ്കൂളുകളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഫലങ്ങൾ, റിസൾട്ട് അളക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന
ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. ഗസ്റ്റാൾട്ട് അപ്രോച്ച് മെയിൻലി ബേസ് ചെയ്യുന്നത് ഏതാണ്? മോളിക്യുലാർ അപ്രോച്ച്, ഓപ്ഷൻ ബി മോളാർ അപ്രോച്ച്, ഓപ്ഷൻ സി നീഡ് ബേസ്ഡ് അപ്രോച്ച്, ഓപ്ഷൻ ഡി ഹെറിഡിറ്റി ബേസ്ഡ് അപ്രോച്ച്. ഓക്കെ, ഗസ്റ്റാൾട്ട് അപ്രോച്ചിൽ പ്രധാനമായിട്ടും ഏത് അപ്രോച്ചാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മോളാർ അപ്രോച്ച് ആണ്. ഓക്കെ, മോളാർ അപ്രോച്ച് ആണ് ഗസ്റ്റാൾട്ട് അപ്രോച്ച് മെയിൻലി ബേസ് ചെയ്തിരിക്കുന്നത്. ഏത് അപ്രോച്ചിലാണ്? മോളാർ അപ്രോച്ചിലാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, മോളാർ അപ്രോച്ച് ആണ്. കാരണം മോളാർ അപ്രോച്ച് ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഗസ്റ്റാൾട്ട് തിയറിയുമായിട്ട്, ഗസ്റ്റാൾട്ട് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പ്രധാനമായിട്ടുള്ള 2 മാതൃകകളാണ് മോളാർ അപ്രോച്ചും മോളിക്യുലാർ അപ്രോച്ചും. ഓക്കെ, അപ്പോൾ ഇവിടെ മോളാർ അപ്രോച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ബിഹേവിയറിനെ കണ്ടിന്യൂസ് ആണ്. ബിഹേവിയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതിനെ മനസ്സിലാക്കേണ്ടത് ഡിവൈഡ് ചെയ്തിട്ടല്ല എന്നുള്ള ഒരു തിയറിയാണ് ഏതിൽ വരുന്നത്? മോളാർ അപ്രോച്ചിൽ വരുന്നത്. സോ നമുക്കറിയാം ഗസ്റ്റാൾട്ട് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഗറേഷൻ അല്ലെങ്കിൽ രൂപം, പാറ്റേൺ എന്നുള്ള അർത്ഥമാണ്. ഹോൾ ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ പാർട്ട്. ഒരു പാർട്ട് എന്നുള്ളതിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പാർട്ടാക്കിയിട്ട് കാണുന്നതിനേക്കാൾ ഉചിതം എന്താണ്? ഏറ്റവും നല്ലത് അതിനെ ഹോളായിട്ട് തന്നെ കണ്ട് വിലയിരുത്തേണ്ടതാണ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ വ്യൂ ആണ് ഏത്? ഗസ്റ്റാൾട്ട് അപ്രോച്ച്. ഇനി ഗസ്റ്റാൾട്ട് അപ്രോച്ചുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ആരാണ്? അതിൻ്റെ ഗസ്റ്റാൾട്ട് അപ്രോച്ചിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. കർട്ട് കോഫ്ക, കൊഹ്ലർ, കേർട്ട് ലെവിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, ഗസ്റ്റാൾട്ട് അപ്രോച്ചിൽ മാക്സ് വെർത്തീമറിൻ്റെ തിയറിയാണ് ഫൈവ് ഫിനോമിനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇൻസൈറ്റ് ലേണിംഗ് ആരുടേതാണ്? കൊഹ്ലറിൻ്റെതാണ് ഇൻസൈറ്റ് ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി പഠനം. ഇനി ഡാനിയൽ ഗോൾമാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഡാനിയൽ ഗോൾമാൻ ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഇമോഷണൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇതിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ മുന്നേയുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞതാണ്. റെയ്മണ്ട് കാറ്റലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് കാണാറുണ്ട്. സോ ആ ഭാഗങ്ങൾ കൂടെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇവിടെ ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് റേമണ്ട് കാറ്റലാണ്. ഖരബുദ്ധി, ദ്രവബുദ്ധി. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഖരബുദ്ധി, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ദ്രവബുദ്ധി. റേമണ്ട് കാറ്റലിന്റെ അഭിപ്രായത്തിൽ ബുദ്ധിക്ക് 2 മുഖങ്ങളുണ്ട്, ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്? നേരത്തെ നേടിയ അറിവ്, സ്കില്ല്, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നിവ പ്രയോജനപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് ഖരബുദ്ധി അഥവാ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. നേരത്തെ നേടിയ അറിവ് വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു പ്രശ്നത്തെ പരിഹരിക്കുന്നു. അതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. അതേസമയം എന്തായിരിക്കും ദ്രവബുദ്ധി? മുന്നേ നേടിയ അറിവ് പ്രയോജനപ്പെടുത്താതെ തന്നെ പുതിയ സന്ദർഭങ്ങളിൽ യുക്തിപരമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവാണ് ഏത്? ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് ആര് പറയുന്നത്? റേമണ്ട് കാറ്റൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, എന്താണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള തിയറി കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു ടേം വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ സലോവയും ജോൺ മേയറുമാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ തിയറിയിലെ ആ 5 ഫാക്ടേഴ്സ്, 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ നോക്കിയിട്ട് പോവുക. അതൊക്കെ നമ്മുടെ മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ദയവായി നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ കോൺസെപ്റ്റുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ്, സെലക്ട് ദ നെയിം അസോസിയേറ്റഡ് വിത്ത് കർവ് ഓഫ് ഫോർഗെറ്റിംഗ്. ഫോർഗെറ്റിംഗ് കർവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ ആരാണ് എന്നാണ് ചോദിച്ചത്. ഫോർഗെറ്റിംഗ് കർവ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ആരാണ്? നമുക്കറിയാം അല്ലേ, എബ്ബിംഗ്ഹൗസ് ആണ് കർവ് ഓഫ് ഫോർഗെറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ടോൾമാൻ ആരാണ്, ടെർമാൻ ആരാണ്, ആൽഫ്രഡ് ബിനേറ്റ് ആരാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പോവുക. ഫാദർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പഠിക്കുന്നത് ആൽഫ്രഡ് ബിനേറ്റിനെയാണ് അല്ലേ.
ആൽഫ്രഡ് ബിനേറ്റ് ആണ്. മെന്റൽ ഏജ് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയും ആരാണ്? ബിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ്, റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓപ്ഷൻ എ, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഇത്. ഓപ്ഷൻ ബി ഈഗോ, ഓപ്ഷൻ സി സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. റിയാലിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? ഓപ്ഷൻ ബി ആണ്, ഈഗോയാണ് അല്ലേ. ഈഗോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഏത്? റിയാലിറ്റി പ്രിൻസിപ്പിൾ. നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ വരുന്ന കോൺസെപ്റ്റുകളാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത് എന്ന് പറയുന്നത് എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അല്ലേ. നമ്മുടെ പ്ലഷർ മാത്രം നോക്കുന്നു. ഓക്കെ, അതാണ് ഇത് എന്ന് പറയുന്നത്. ഈഗോയാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റി നമുക്ക് രണ്ട് എന്താണ്, നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യം കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് ഈഗോ എന്ന് വിളിക്കാം. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഫുള്ളി എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മിഠായി നമുക്കൊരാൾ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഫുള്ളായിട്ട് എനിക്ക് വേണ്ട, മറ്റൊരാൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം, നമ്മുടെ കാര്യം പോലും നോക്കാതെ. അപ്പം അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിന് നമുക്ക് എന്ത് പറയാം? സൂപ്പർ ഈഗോ എന്ന് പറയാം. ഇത് എന്ന് പറയുന്നത് ആ ഒരു മിഠായി ഞാൻ മാത്രം കഴിച്ചാൽ മതി, വേറെ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്വന്തം പ്ലഷർ മാത്രം നോക്കി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇത് എന്ന് വിളിക്കാം. ഇനി അതിനിടയിൽ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന പ്രിൻസിപ്പിളാണ് ഇത് ഈഗോ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഗോയാണ്. ഓക്കെ, പോലീസ് ഫോഴ്സ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? അത് ഈഗോയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് പോവുക. മുന്നേ ചോദിച്ചിട്ടുണ്ട് പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന്, പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ ഒരു ഭാഗത്ത് നമുക്ക് 2-3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ എക്സാമിനും ചോദ്യം വരുന്നതാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്, ഓറൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, അനൽ സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. സോ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് ECCE. എന്താണ് ECCEയുടെ ഫുൾ ഫോം എന്ന് നോക്കാം. എലമെൻ്ററി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി ഏർലി ചൈൽഡ്ഹുഡ് കൗൺസിലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എംപവർമെൻറ്റ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റ്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ പേഴ്സൺ ഹൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ കാളിയും, ഓപ്ഷൻ ബി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ സി ആർ കാറ്റൽ, ഓപ്ഷൻ ഡി പിയാഷെ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, കാളിയുങ് ആണ് അല്ലേ. കാളിയുങ് ആണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സോ തോണ്ടേക്ക് വാസ് പ്രൈമർലി എ പയനിയർ ഇൻ ദ ഫീൽഡ് ഓഫ് ഓപ്ഷൻ എ പ്രാഗ്മാറ്റിസം, ഓപ്ഷൻ ബി ബിഹേവിയറിസം, ഓപ്ഷൻ സി സ്ട്രക്ചറലിസം, ഓപ്ഷൻ ഡി ക്ലിനിക്കൽ എക്സ്പെരിമെന്റ്. തോണ്ടേക്ക് ഏതിലാണ് അല്ലെങ്കിൽ ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് തോണ്ടേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ. ബിഹേവിയറിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് തോണ്ടേക്ക്. ഓക്കെ, അപ്പോൾ ദ തിയറി ഓഫ് എന്താണ് ബിഹേവിയറിസവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന തിയറിയാണ് ആര് ചെയ്തിട്ടുള്ളത്? തോണ്ടേക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. First ever study in clinical psychology where the subjects were non-human was conducted by. അതായത് ക്ലിനിക്കൽ സൈക്കോളജിയിലെ ആദ്യ പഠനം ദാറ്റ് വർ നോൺ ഹ്യൂമൻ, അതായത് മനുഷ്യനുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സബ്ജക്റ്റിൽ ആദ്യമായിട്ട് പഠനം നടത്തിയ സൈക്കോളജിസ്റ്റ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പാവ്ലോവ്, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി ഫ്രൂയിഡ്.
ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, തോണ്ടേക്ക് ആണ്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിയിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സബ്ജക്റ്റിൽ ആദ്യമായിട്ട് പഠനം നടത്തിയ സൈക്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? തോണ്ടേക്ക് ആണ്. എഡ്വാർഡ് ലീ തോണ്ടേക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Law of use and law of disuse is part of option A law of readiness, option B law of repetition, option C law of exercise, option D law of transfer of learning. ഏതാണ് law of useഉം law of disuse ഉം? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലോ ഓഫ് എക്സസൈസ് ആണ്. ലോ ഓഫ് എക്സസൈസിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് എന്താണ്? നമ്മൾ ഒരു മുന്നേ പഠിച്ച കാര്യം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതും. ഓക്കെ, ദാറ്റ് ഇസ് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് ആസ് പാർട്ട് ഓഫ് ലോ ഓഫ് എക്സസൈസിൽ വരുന്നതാണ്. ഓക്കെ, നമുക്കറിയാം തോണ്ടേക്കിന്റെ നിയമം അനുസരിച്ച് 3 ലോസ് ആണ് അദ്ദേഹം പറയുന്നത് ലേണിങ്ങിനെ കുറിച്ച്. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, എ സ്റ്റുഡന്റ് ഓഫ് യുവർ ക്ലാസ് very rarely uses the mathematical table of 18, so he doesn't remember it. Which law of Thorndike resembles it? Correct option വരുന്നത് ഏതാണ്? law of exercise, law of use, law of disuse, law of transfer. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്, ലോ ഓഫ് ഡിസ്യൂസ് എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ഈ സ്റ്റുഡന്റ് ഓഫ് യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി വളരെ റെയർ ആയിട്ട് മാത്രമേ മാത്തമാറ്റിക്കൽ ടേബിൾ ഓഫ് 18 ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാത്തമാറ്റിക്കൽ ടേബിൾ ഓഫ് 18 വളരെ റെയർ ആയിട്ടാണ് ആ ഒരു കുട്ടി ചെയ്യുന്നത്. സോ ഹി ഡസൻ റിമെമ്പർ ഇറ്റ്. അതുകൊണ്ട് എന്താണ്, അവനത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സോ ഏത് നിയമമായിട്ടാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ലോ ഓഫ് ഡിസ്യൂസ് ആണ്. കാരണം അവൻ പഠിച്ച കാര്യം അവൻ ഉപയോഗിക്കാത്തത് കൊണ്ട് കുട്ടിക്ക് അത് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അതാണ് ഈ ഒരു ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസിൽ പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ ഇവിടെ തോണ്ടേക്കിന്റെ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ട്രയൽ ആൻഡ് എറർ തിയറിയാണ് തോണ്ടേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ആനിമൽ ഏതായിരുന്നു? പൂച്ചയായിരുന്നു, ക്യാറ്റിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. അതുപോലെ അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൃതി എഴുതിയത് തോണ്ടേക്ക് ആണ്. അനിമൽ ഇന്റലിജൻസ് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് തോണ്ടേക്കിന്റെ കൃതിയാണ്. അദ്ദേഹം 3 ലോസ് ഓഫ് ലേണിംഗ് ആണ് പറയുന്നത്. ഇവിടെ തോണ്ടേക്കിന്റെ തിയറിയെ ഞാൻ പറഞ്ഞു ട്രയൽ ആൻഡ് എറർ തിയറി, അല്ലെങ്കിൽ തിയറി ഓഫ് കണക്ഷനിസം, സംബന്ധവാദം, അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം എന്ന ബന്ധ സിദ്ധാന്തം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് തോണ്ടേക്കിന്റെ തിയറിയാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു ആര്? തോണ്ടേക്ക്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ തിയറി ഞാൻ പറഞ്ഞു ബോണ്ട് തിയറിയാണ് അല്ലെ, കണക്ഷനിസം ആണ്, തിയറി ഓഫ് കണക്ഷനിസം. അതിന്റെ ഉപജ്ഞാതാവാണ്, സംബന്ധവാദത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് ആര് കാണുന്നത്? തോണ്ടേക്കിനെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു സംയോഗമാണ് എന്ത്? സ്റ്റിമുലസും റെസ്പോൺസും, അതായത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംബന്ധം എന്ന് പറയുന്നത്. അതാണ് പഠനത്തിന് അടിസ്ഥാനം എന്ന് വാദിക്കുന്ന വ്യക്തിയാണ് തോണ്ടേക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് സ്റ്റിമുലസ്? ജീവിയിൽ പ്രതികരണം ഉണ്ടാക്കുന്ന, ഒരു ജീവിയിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു കാരണത്തിനെയാണ് നമ്മൾ സ്റ്റിമുലസ് അഥവാ ചോദകം എന്ന് വിളിക്കുന്നത്. ഈ ചോദകം വഴി അല്ലെങ്കിൽ സ്റ്റിമുലസ് വഴി ജീവിയിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ റെസ്പോൺസ് അഥവാ പ്രതികരണം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീര് വരുന്നു. ഇവിടെ ഭക്ഷണം എന്താണ്? ഒരു ചോദകം, സ്റ്റിമുലസ് ആണ്. ആ ഒരു സ്റ്റിമുലസ് ആണ് ഇവിടെ നമ്മൾ എന്താണ് ഉമിനീര് വരുന്നു എന്നുള്ള ആ ഒരു പ്രതികരണം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു തിയറിയിൽ SR ബന്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു 3 പഠന നിയമങ്ങളാണ് തോണ്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് റെഡിനെസ് ഉണ്ട്, ലോ ഓഫ് റെഡിനെസ്. അതുപോലെ എന്ത് പറയാം? ലോ ഓഫ് എഫക്റ്റ് ഉണ്ട്, ലോ ഓഫ് എഫക്റ്റ്. ഓക്കെ, ലോ ഓഫ് എഫക്റ്റ് വരുന്നുണ്ട്. അതുപോലെ ലോ ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസൈസ് വരുന്നുണ്ട്. ഓക്കെ, ലോ ഓഫ് എക്സസൈസ് വരുന്നുണ്ട്. ഓക്കെ,
ഇതാണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുമ്പോൾ ഒരു പഠിതാവ് അല്ലെങ്കിൽ ഒരു ലേണർ പഠിക്കാൻ സന്നദ്ധനായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെഡി ആയിരിക്കുന്ന സമയത്താണ് അവരെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ സാറ്റിസ്ഫൈഡ് ആക്കുന്നു, സംതൃപ്തി നൽകുന്നു. അല്ലെങ്കിൽ സന്നദ്ധത അതായത് റെഡിനെസ് ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കുന്നത് കുട്ടിയിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. സോ റെഡി ആയിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കുക, അതാണ് ലോ ഓഫ് റെഡിനെസ്സിൽ പറയുന്നത്. ലോ ഓഫ് എക്സസൈസിൽ പറയുന്നത്, ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന 2 നിയമങ്ങളാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. ഒരാൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയിൽ അത് കൂടുതൽ നിൽക്കും എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ അതിൽ എക്സ്പേർട്ട് ആവും എന്നുള്ളതാണ്. അതേസമയം നമ്മൾ പഠിച്ചൊരു കാര്യം തീരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അത് മറന്നുപോകും. ആ ഒരു തിയറിയാണ് ലോ ഓഫ് ഡിസ്യൂസ്, ഉപയോഗിക്കാതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആവർത്തന പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, റിപ്പീറ്റേഷന് പ്രാധാന്യം കൊടുക്കുന്നു, ഉരുവിട്ട് പഠിക്കല് അല്ലെ ആവർത്തിക്കല് എന്നിവയിലൂടെ പഠനം നടക്കുന്നു എന്ന് ഈ ഒരു തിയറി അനുസരിച്ച് ആര് പറയുന്നുണ്ട്? നമ്മുടെ തോണ്ടേക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലോ ഓഫ് എഫക്റ്റ് ആണ്. ലോ ഓഫ് എഫക്റ്റിൽ പറയുന്നത് എന്താണ്? ചോദകം പ്രതികരണങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു റിലേഷനിൽ നമ്മളൊരു കുട്ടി നല്ലൊരു ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നല്ലൊരു പ്രതികരണമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാരക്ടർ, ആ ഒരു ബിഹേവിയർ കുട്ടി വീണ്ടും കാണിക്കുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. ഓക്കെ, നല്ലൊരു കാര്യം കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ ചെയ്തത് വളരെ നന്നായി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വീണ്ടും ആ ഒരു ബിഹേവിയർ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു തിയറിയിൽ തോണ്ടേക്ക് പറയുന്നത്. അതേസമയം ഒരു കുട്ടിയുടെ ഒരു ബിഹേവിയർ കണ്ടിട്ട് നമ്മൾ നല്ല പ്രതികരണം കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. മുന്നേ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്